Hello everyone. Hope you're all doing great. In our previous session, we discussed the basic structure of C program and the Hello World example. Today, let's move one step ahead and learn about a very important concept, tokens in C. By the end of this video, you will clearly understand the different types of tokens and how they are used in real programs. So let's get started. Tokens. The smallest individual units are known as tokens. C has 6 type of tokens. ഇപ്പൊ നമ്മുടെ സി പ്രോഗ്രാമിങ്ങില് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് അതിനെയാണ് നമ്മൾ ടോക്കൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സി പ്രോഗ്രാമിങ്ങില് 6 ടൈപ്പ് ഓഫ് ടോക്കൺസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഐഡന്റിഫയേഴ്സ്, കീവേഡ്സ്, കോൺസ്റ്റന്റ്സ്, സ്ട്രിങ്സ്, സ്പെഷ്യൽ സിംബൽസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഇതിൽ ആദ്യം വരുന്നതാണ് ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേരിയബിൾസ്, കോൺസ്റ്റന്റ്സ്, ഫങ്ഷൻസ്, അറേസ് ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഓരോ വേരിയബിൾസ് ആണെങ്കിലും കോൺസ്റ്റന്റ്സ് ആണെങ്കിലും ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നെയിം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു നെയിമിനെയാണ് നമ്മൾ ഐഡന്റിഫയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ നെയിംസ് ഒക്കെ എന്താണ്? യൂസർ ഡിഫൈൻഡ് ആണ്. നമ്മൾ തന്നെയാണ് ആ ഒരു നെയിം കൊടുക്കുന്നത്. സോ ദ യൂസർ ഡിഫൈൻഡ് നെയിം ഈസ് കോൾഡ് ഐഡന്റിഫയേഴ്സ്. എന്തിനെ നെയിം ചെയ്യുന്നത്? വേരിയബിൾസ്, കോൺസ്റ്റന്റ്സ്, ഫങ്ഷൻസ്, അറേസ്. ഇനി ഈ ഒരു ഐഡന്റിഫയർ, അതായത് നമ്മൾ നെയിം ചെയ്യാൻ പോവാണല്ലോ, ഈ ഒരു ഐഡന്റിഫയർ നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് ചില റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ ഫസ്റ്റ് വൺ ആണ് an identifier can only have alphanumeric characters. ഒരു ഐഡന്റിഫയറിന് നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് അത് ABCD A to Z വരെ ആകാം. അതേപോലെ 0 to 9 നമ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അണ്ടർസ്കോറും യൂസ് ചെയ്യാം. ഇനി ഒരു ഐഡന്റിഫയറിന്റെ നെയിം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ആൽഫബറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. അടുത്തത് ഐഡന്റിഫയേഴ്സ് ആർ ഓൾസോ കേസ് സെൻസിറ്റീവ് ഇൻ സി. നമ്മള് ക്യാപിറ്റൽ എയും സ്മോൾ എയും അത് രണ്ടും രണ്ട് ഡിഫറെന്റ് ഐഡന്റിഫയേഴ്സ് ആയിട്ടാണ് എടുക്കുക. കാരണം എന്താണ്? അവർ കേസ് സെൻസിറ്റീവ് ആണ്. ഇനി കീവേഡ്സ് ആർ നോട്ട് അലൗഡ് ടു ബി യൂസ്ഡ് ആസ് ഐഡന്റിഫയർ. സി പ്രോഗ്രാമിംഗിൽ നമ്മൾ കീവേഡ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അത് നമ്മൾ അടുത്തതായിട്ട് പഠിക്കും. കീവേഡ്സിനെ നമ്മൾ ഒരിക്കലും ഐഡന്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, സെമി കോളൻ, പീരീഡ്, വൈറ്റ് സ്പേസ്, സ്ലാഷ്, ഇത് കൊമ, അങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വാലിഡ് ഐഡന്റിഫയേഴ്സും ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സിന്റെയും എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ വാലിഡില് ഞാൻ നെയിം കൊടുത്തിട്ടുണ്ട്, നെയിം 1, നമ്പർ 1, അണ്ടർസ്കോർ വേരിയബിൾ, സബ് അണ്ടർസ്കോർ നെയിം. അപ്പൊ ഇതില് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്പർ 1 തൊട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്ററിലാണ്. അതേപോലെ നമുക്ക് അണ്ടർസ്കോറിൽ നെയിം സ്റ്റാർട്ട് ചെയ്യാം, അണ്ടർസ്കോർ ഇൻ ബിറ്റ്വീൻ ആയിട്ടും കൊടുക്കാം. അതൊക്കെ എന്താണ്? വാലിഡ് ആണ്. ഇനി ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സ് ഒന്ന് നോക്കിയേ. ഇതിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത് ഇൻവാലിഡ് ആണ്. പിന്നെ വേരിയബിൾ സ്പേസ് നെയിം ആണ്. സ്പേസ് ഒരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. സ്പെഷ്യൽ ക്യാരക്ടർ ആണ് സ്പേസ്, അത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്, അതുകൊണ്ടാണ് അത് ഇൻവാലിഡ് ഐഡന്റിഫയർ ആയിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ പെർസെന്റേജ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് കീവേഡ്സ് ആണ്. അപ്പൊ കീവേഡ് എന്ന് പറയുന്നത് ഒരു റിസർവ്ഡ് വേർഡ് ആണ്. അതായത് റിസർവ്ഡ് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കീവേഡ്സിന് ഒരു ഫിക്സഡ് മീനിങ് ആണ്. നമുക്ക് അത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ മീനിങ് ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഓക്കെ, ദേ ആർ റിസർവ്ഡ് വേർഡ്സ് ആൻഡ് ദേ ഹാവ് ഫിക്സഡ് മീനിങ്. വി കനോട്ട് ചേഞ്ച് ദാറ്റ്. ഇനി കീവേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ സി പ്രോഗ്രാമിങ്ങിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ പറയാം. അതേപോലെ എല്ലാ കീവേഡ്സിനെയും നമ്മൾ ലോവർ കേസ് ലെറ്ററിൽ വേണം റൈറ്റ് ചെയ്യാൻ. കീവേഡ്സ് വി കനോട്ട് യൂസ് ഇറ്റ് ആസ് എ വേരിയബിൾ നെയിം, കോൺസ്റ്റന്റ് നെയിം, എക്സെട്ര. കീവേഡ്സിനെ നമുക്ക് ഒരിക്കലും വേരിയബിൾ നെയിം ആയിട്ടോ ഐഡന്റിഫയർ നെയിം ആയിട്ടോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഇനി നമ്മുടെ സി പ്രോഗ്രാമിംഗിൽ മൊത്തം 32 കീവേഡ്സ് ആണ് വരുന്നത്. സോ യു ക്യാൻ സീ എ ലിസ്റ്റ് ഓഫ് കീവേഡ്സ് ഹിയർ.
ഓട്ടോ, കോൺസ്റ്റ്, ഡബിൾ, ഫ്ലോട്ട്. ഓക്കെ, ഈ ഒരു കീവേഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യും. ഇനി അടുത്ത വരുന്നത് കോൺസ്റ്റൻസ് ആണ്. അപ്പൊ കോൺസ്റ്റന്റ് ആ പേരിൽ തന്നെ നമുക്കറിയാം അതെന്താണ്, ഫിക്സഡ് ആണ്. ആ ഒരു they are referred to as fixed values that do not change during the execution of a program. നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തു, അപ്പൊ പ്രോഗ്രാമിങ്ങിൽ നമുക്കൊരു വേരിയബിൾ യൂസ് ചെയ്യണം. പക്ഷെ ആ വേരിയബിൾ ഒരിക്കലും ആ ഒരു വാല്യൂ നമുക്ക് യൂസ് ചെയ്യണം, പക്ഷെ ആ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. അതിനെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് പൈ എന്ന് പറയുന്ന വാല്യൂ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ആ പൈ എന്ന് പറയുന്ന വേരിയബിളിനെ, ആ ഒരു ഡാറ്റയെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അടുത്തത് പറയുന്നത് കോൺസ്റ്റൻസ് ആർ ഓൾസോ കോൾഡ് ആസ് ലിറ്ററൽസ്. ഇനി ഒരു കോൺസ്റ്റൻസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ന്യൂമറിക് കോൺസ്റ്റൻസ് ഉണ്ട്, ക്യാരക്ടർ കോൺസ്റ്റൻസ് ഉണ്ട്. ന്യൂമറിക് കോൺസ്റ്റൻസ് തന്നെ ഇൻഡിജർ കോൺസ്റ്റൻസ്, റിയൽ കോൺസ്റ്റൻസ്, പിന്നെ ക്യാരക്ടർ കോൺസ്റ്റൻസ് ആണെങ്കിൽ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻസും വരുന്നുണ്ട്, സ്ട്രിംഗ് കോൺസ്റ്റൻസും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഇൻഡിജർ കോൺസ്റ്റൻസ്? ഇൻഡിജർ കോൺസ്റ്റൻസ് എന്ന് വെച്ചാൽ ഹോൾ നമ്പേഴ്സ്, അതായത് ഒരു ഡെസിമൽ പോയിന്റും വരാത്ത കോൺസ്റ്റൻസ്, അതിനെയാണ് ഇൻഡിജർ കോൺസ്റ്റൻസ് നമ്മൾ പറയുന്നത്. അതെന്താവാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആവാം. നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 10 - 25 0. ഇതൊക്കെ ഇൻഡിജർ കോൺസ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത വരുന്നത് എന്താണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ്. ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതിയിരിക്കുന്ന കോൺസ്റ്റൻസിനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ദീസ് ആർ നമ്പേഴ്സ് വിത്ത് ഡെസിമൽ പോയിന്റ് ഓർ ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. നമ്മളിവിടെ 3.14 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ വാല്യൂ വരുന്നതാണ്. അതേപോലെ എക്സ്പോണൻഷ്യൽ ഫോമിൽ നമ്മൾ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. 6.02 × 10⁻23 ആണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ക്യാരക്ടർ കോൺസ്റ്റൻസ് ആണ്. അപ്പൊ ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്താ, എ സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് വിത്ത് സിംഗിൾ കോഡ്സ്. സിംഗിൾ കോഡ്സിൽ കൊടുത്തിരിക്കുന്ന ഒരു സിംഗിൾ ക്യാരക്ടർ, അതെന്താവാം, ആൽഫബറ്റ്സ് ആവാം, സ്പെഷ്യൽ സിംബൽസ് ആവാം, എന്ത് വേണമെങ്കിലും ആകാം. അടുത്ത് വരുന്നതാണ് സ്ട്രിംഗ് കോൺസ്റ്റൻസ്. എന്താ സ്ട്രിംഗ് കോൺസ്റ്റൻസ്? സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ്. ഇപ്പൊ നമ്മൾ ഡബിൾ കോഡ്സിൽ കൊടുക്കുന്ന ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രിംഗ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്പേഴ്സും എന്താണ്, നമ്മൾ ഡബിൾ കോഡ്സിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെ സ്ട്രിംഗ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് കോൺസ്റ്റൻസ് വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. എന്താണ് ഓപ്പറേറ്റർ? ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു സിമ്പൽ ആണ്, പക്ഷെ അതെന്താ ചെയ്യുന്നത്, ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓപ്പറേറ്റർ ഇസ് എ സിമ്പൽ ദാറ്റ് പെർഫോംസ് ആൻ ഓപ്പറേഷൻ. An operator acts on some variables called operand to get the desired result. അപ്പൊ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് വാല്യൂസിന് മുകളിൽ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. രണ്ട് വാല്യൂസ് ആവാം, ചിലപ്പോൾ ഒരു വാല്യൂ ആവാം, ഒന്നിൽ കൂടുതൽ വാല്യൂസും ആവാം. അതിന്റെ മുകളിൽ നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസൈഡ് റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഒരു വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഓപ്പറന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഓപ്പറേറ്റേഴ്സ് പല ടൈപ്സ് വരുന്നുണ്ട്. അതിൽ വരുന്നവയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, യൂണറി ഓപ്പറേറ്റേഴ്സ്, ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഈ ഒരു ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പഠിക്കാം. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ആ ഒരു ഓപ്പറേറ്റേഴ്സ് മൊത്തം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിലാണ് വരിക. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആ ഒരു റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, റിലേഷൻ ഒക്കെ എന്താണ് ഈ ഒരു റിലേഷൻ ഓപ്പറേറ്റേഴ്സ് കാറ്റഗറിയിലാണ് വരുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിലോ ആൻഡ്, ഓർ, നോട്ട്, എക്സ് ഓർ, അതൊക്കെ എന്ത് ചെയ്യും, ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരും. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സിൽ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ആ ഒരു രീതിയിലാണ് വരുന്നത്. യൂണറി ഓപ്പറേറ്റേഴ്സ് തന്നെ അതിലും കുറെ സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, സോറി, യൂണറി ഓപ്പറേറ്റേഴ്സിൽ സൈസ് ഓഫ് ഓപ്പറേറ്റർ, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് വരുന്നത്. ഇനി ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ബിറ്റ്വൈസ് ആൻഡ്, ബിറ്റ്വൈസ് ഓർ, ബിറ്റ്വൈസ് നോട്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പഠിക്കാം. ഇനി നമുക്ക് വരുന്ന അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സ്പെഷ്യൽ സിംബൽസ് ആണ്. അപ്പൊ സ്പെഷ്യൽ സിംബൽസ് എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് ദാറ്റ് ഹാവ്
സ്പെഷ്യൽ മീനിങ് ഇൻ സി. നമ്മളെ സി പ്രോഗ്രാമിങ്ങിൽ സ്പെഷ്യൽ മീനിങ്സ് ഉള്ള ആ ഒരു ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ എന്താണ്, ബ്രാക്കറ്റ്സ്. ഈ ഒരു ബ്രാക്കറ്റ്സ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ അറേ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള എലമെന്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു എലമെന്റിന്റെ റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്, സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി പാരാന്തസിസ് ആണെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തും ആ ഫംഗ്ഷന്റെ പാരാമീറ്റേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാരാന്തസിസ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ബ്രേസസ് ആണ്. ബ്രേസസ് എന്ന് വെച്ചാൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രേസസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഒരു ബ്ലോക്ക് ഓഫ് കോഡിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡും ആണ് ഈ ഒരു ബ്രേസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ബ്രേസസിനുള്ളിൽ എന്താവാം, മോർ ദാൻ വൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അടുത്ത വരുന്നത് കൊമയാണ്. കൊമ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒന്നിലധികം പാരാമീറ്റേഴ്സ്, ഒരു ഫംഗ്ഷൻ കോളിൽ ഒന്നിലധികം പാരാമീറ്റേഴ്സ് വരുമ്പോൾ അവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊമ യൂസ് ചെയ്യുന്നത്. ഇനി കോളൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്കൊരു ലിസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യണം, അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ കോളൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്വിച്ച് കേസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു കോളൻ നമ്മൾ യൂസ് ചെയ്യും. ഇനി സെമി കോളൻ ആണെങ്കിൽ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തു. ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തു, ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ടെർമിനേറ്റ് ചെയ്യണം. ആ സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, സെമി കോളൻ യൂസ് ചെയ്യാം. സി പ്രോഗ്രാമിംഗിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുമ്പോൾ ഏത് ലൈൻ ആണെങ്കിലും അതിന്റെ എൻഡിൽ എന്ത് ചെയ്യണം, സെമി കോളൻ കൊടുക്കണം. നിങ്ങൾ സെമി കോളൻ ഇടാൻ വിട്ടുപോവാണെങ്കിൽ ആ ഒരു എറർ കാണിക്കും. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ആസ്റ്ററിസ്ക്. ആസ്റ്ററിസ്ക് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കൊരു പോയിന്റർ വേരിയബിൾ ഉണ്ട്. ആ പോയിന്റർ വേരിയബിളിനെ എന്താണ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആസ്റ്ററിസ്ക് യൂസ് ചെയ്യുന്നത്. ഇനി വരുന്നത് പ്രിപ്രൊസസർ ആണ്. പ്രിപ്രൊസസർ എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് മാക്രോസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാക്രോസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാഷ് സിമ്പൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് സ്ട്രിംഗ്. അപ്പൊ സ്ട്രിംഗ് എന്ന് പറയുന്നത്, സ്ട്രിംഗ് ടോക്കൺ refer to a sequence of characters. It will be enclosed in double quotes. They are array of characters terminated by a null character. അപ്പൊ സ്ട്രിംഗ് എന്ന് പറയുന്നത് ഒരു array of characters ആണ്, അത് ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഈ ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എങ്ങനെ എൻഡ് ചെയ്യുന്നത്, ഒരു നൾ ക്യാരക്ടർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആ /0 ആണ് നൾ ക്യാരക്ടർ. ഇപ്പൊ നമ്മൾ ഹലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഓന് ശേഷം ആ ഒരു നൾ ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സ്ട്രിങ്ങിനെ ടെർമിനേറ്റ് ചെയ്യുക. അപ്പൊ സ്ട്രിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വൈഡ് ആയിട്ട് ഏരിയ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇനി വരുന്ന അപ്കമിങ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് ഡബിൾ കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹലോ വേൾഡ്, ഡബിൾ കോഴ്സിൽ 1 2 3 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്ട്രിങ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ സി പ്രോഗ്രാമിങ്ങിലുള്ള ടോക്കൺസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് ബേസിക് എലമെന്റ്സ്, നമ്മുടെ എന്താണ് ടോക്കൺസ് എന്ന് പറയുന്നത്, നമ്മുടെ സി പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ ഒരു എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ടോക്കൺസ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു ടോക്കൺസിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചിരിക്കുന്നത്, ഇറ്റ് ഇൻക്ലൂഡ് കീവേർഡ്സ്, ഐഡന്റിഫയേഴ്സ്, കോൺസ്റ്റന്റ്സ്, ഓപ്പറൻഡ്സ് ആൻഡ് സ്പെഷ്യൽ സിംബൽസ് ആൻഡ് ഓൾസോ സ്ട്രിങ്സ്. So I hope the concept is clear now. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള സി പ്രോഗ്രാമിംഗ് വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. If you have any doubts, you can ask me in the comment section below. So see you in the next session. Until then, keep learning and keep coding.